നമസ്കാരം. കാന്തപുരം AP വിഭാഗത്തിന്റെ വക്താവ് എന്ന രീതിയിൽ നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്ന വഹാബ് സഖാഫി മമ്പാടിന് യോജിച്ച പേര് AKG സെന്ററിലെ കാര്യസ്ഥൻ എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ബാല്യക്കാരൻ. ഈ അടിമപ്പണിയും അതുപോലെ തന്നെ പാദസേവയും ഒക്കെ ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവരോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാൽ ഇദ്ദേഹം അവരെയൊക്കെ കടത്തി വെട്ടുന്ന പ്രകടനമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിരന്തരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും കാന്തപുരം AP ഉസ്താദിന്റെ ആളാണ്, ആ സംഘടനയുടെ ആളാണ് എന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ ഇടപെടൽ. പലപ്പോഴും പൊതുവേദികളിലും സംഘടനയുമായി ബന്ധപ്പെട്ട പല പരിപാടികളിലും ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് കാണാം. എന്തായാലും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിലപാട് ഇല്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൃത്യമായൊരു നിലപാടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആമാശയ പ്രശ്നം, അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിനുവേണ്ടി ചില ആളുകൾക്കൊക്കെ വേണ്ടി പാദസേവ ചെയ്തു കൊടുക്കുക, എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോകണം. പേരിന് അഡ്രസ്സ് വേണം. ഈ അഡ്രസ്സിന്റെ ഭാഗമായിട്ടാണ് ഈ കാന്തപുരം ഉസ്താദിനോടൊപ്പം നിൽക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പലപ്പോഴും വഹാബ് സഖാഫി മമ്പാടുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ പറയേണ്ടി വന്നത് ആദ്യമായിട്ടാണ്. സഖാഫി എന്നോട് ക്ഷമിക്കണം, കാരണം പറയാതിരിക്കാൻ നിർവാഹമില്ല. റിസാല അപ്ഡേറ്റ് എന്ന് പറയുന്ന സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. ഈ SYSുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാന്തപുരം വിഭാഗവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു മുഖപത്രമാണ്. പലപ്പോഴും സംഘടനാ നിലപാടുകളും അതുപോലെ തന്നെ മറ്റ് പൊതുവിഷയങ്ങളുമൊക്കെ ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ആ ഒരു സംവിധാനത്തിനെതിരെയാണ് CPIM വേണ്ടി വഹാബ് സഖാഫി മമ്പാട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എത്ര വഷളൻ പരിപാടിയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം രാഷ്ട്രീയമാകാം, അതുപോലെ തന്നെ സ്വതന്ത്രമായി ഇടപെടാം, അതിലൊന്നും തർക്കമില്ല. പക്ഷേ മറ്റൊരു അഡ്രസ്സ് വെച്ച് മറ്റൊരു സംവിധാനത്തിന്റെ വക്താവാണ് എന്ന രീതിയിൽ, കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് എന്ന രീതിയിൽ എന്നിട്ട് ഇത്തരത്തിലുള്ള വലിച്ച രാഷ്ട്രീയം പറയുക. ഞാൻ CPIMനെതിരായിട്ടല്ല സംസാരിക്കുന്നത്. നിരന്തരം CPIM വേണ്ടി ഇടപെടുക, മറ്റുള്ള ആളുകളെയൊക്കെ മോശക്കാരാക്കുക. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഇദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങണം, ഈ പരിപാടികളൊക്കെ മാറ്റിവെക്കണം, അല്ലെങ്കിൽ ഈ സംഘടനയിൽ നിന്നെങ്കിലും മാറി നിൽക്കണം. ഈ പാടത്തൊക്കെ നമ്മൾ വിത്തൊക്കെ വിതച്ച് മുളയൊക്കെ പൊട്ടി വരുന്ന സമയത്ത് നമ്മളൊക്കെ കാണാൻ കഴിയും, ഈ പാടത്ത് കള പറിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ പുല്ലുകളൊക്കെ പറിച്ചു കളയുക. ഇത്തരത്തിലുള്ള ആളുകളെ സംഘടനയിൽ നിന്ന് മുളയിലെ നുള്ളിക്കളയാൻ ഉസ്താദും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരും ഒക്കെ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാന്തപുരം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരിക്കലും ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ ഒരാളെയും കടന്ന് ആക്രമിക്കാറില്ല. എപ്പോഴും മാന്യമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെയൊക്കെ സംസാരം. അദ്ദേഹത്തെയാണ് ഈ വഹാബ് സഖാഫി മാതൃകയാക്കുന്നത് എങ്കിൽ, അദ്ദേഹത്തിന്റെ പാതയാണ് പിൻപറ്റുന്നത് എങ്കിൽ ഒരിക്കലും ഇത്തരത്തിൽ അദ്ദേഹം ഇടപെടാൻ പാടില്ലായിരുന്നു. എന്തായാലും സ്വന്തം സംഘടനയിൽ നിന്ന് പോലും വഹാബ് സഖാഫിക്കെതിരെ ഇപ്പോൾ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. സമൂഹ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ, സമൂഹ മാധ്യമത്തിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റുകളൊക്കെ പരിശോധിച്ചാൽ, അതിനടിയിൽ വരുന്ന കമന്റുകൾ പരിശോധിച്ചാൽ അക്കാര്യം മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യസ്ഥന്റെ റോള് അല്ലെങ്കിൽ ഒരു ബാല്യക്കാരന്റെ റോള്, സ്വന്തം മുതലാളിക്ക് വേണ്ടി ഈ പാദസേവ ചെയ്യുന്ന ആളുകളെ പോലെ, അടിമകളെ പോലുള്ള ഒരു ഇടപെടൽ എന്തായാലും ഇത് വെച്ചുപൊറിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സമസ്ത EK വിഭാഗവുമായി ബന്ധപ്പെട്ട് അതിലെ ഷജറകളെയും അതുപോലെ തന്നെ മറ്റു ചില ഗ്രൂപ്പുകളെയും ഒക്കെ കുറിച്ച് തിരയുന്ന, അവരെ കുറിച്ച് എപ്പോഴും വിമർശനങ്ങൾ ഉന്നയിക്കുന്ന മറ്റിതര വിഭാഗമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ മുജാഹിദി വിഭാഗവും ഒക്കെ ഉണ്ട്. അവരുടെ കുറവുകളും അവരുടെ ഗ്രൂപ്പിസവും ഒക്കെ ഞെളിഞ്ഞു നിന്ന് സംസാരിക്കുന്ന, പ്രസംഗിക്കുന്ന വഹാബ് സഖാഫിയാണ് സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായിട്ടുള്ള ഒരു സംവിധാനത്തിനെതിരെ ഇപ്പോൾ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് തീർത്തും അച്ചടക്ക ലംഘനമാണ്. സ്വന്തം നിലപാട്, സ്വന്തം കാര്യം വരുമ്പോൾ അത് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുക, മറ്റു വിഷയങ്ങളിൽ മറ്റുള്ള ആളുകളെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുക, ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു. ഇത് ആരെ സുഖിപ്പിക്കാനാണ് ഇയാൾ ഇത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇവിടെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടെങ്കിൽ അദ്ദേഹം ആ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകട്ടെ. ഈ മതപണ്ഡിതന്റെ വേഷവും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പേരുകളും ഒക്കെ ഉപയോഗിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കരുത്. ഞാനൊരിക്കലും CPIMുമായി ബന്ധപ്പെട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ആ പാർട്ടിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല. ഇവിടെ ഇയാൾ നടത്തുന്ന ഈ ഒരു പാദസേവ അത് കണ്ടപ്പോൾ പറയാതിരിക്കാൻ തോന്നിയില്ല. അതിന്റെ ഭാഗമായി മാത്രമാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കാമെന്ന് വെച്ചത്. അല്ലെങ്കിൽ തന്നെ റിസാല അപ്ഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിൽ അവർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ചെറിയൊരു കുട്ടിയാണ്. നമ്മുടെ നാട്ടിൽ ബാലവേലയൊക്കെ എടുത്താൽ അതിനെതിരെ കേസെടുക്കുന്ന അത്തരത്തിലൊരു നിയമമുണ്ട്. കുട്ടി
കുട്ടികള് ചെറിയ പ്രായത്തിൽ രാഷ്ട്രീയം കളിക്കുകയല്ല വേണ്ടത്. അവര് പഠിക്കാൻ പോകണം. അതുപോലെ തന്നെ നല്ല ശീലം പഠിക്കണം. ചെറിയ വായിൽ വലിയ വർത്തമാനം, ആ വർത്തമാനം പറയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ കുറച്ച് ആളുകൾ. ഏതായാലും ഈ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ഒന്നും തന്നെ അവരുടെ മക്കളെ രാഷ്ട്രീയത്തിൽ ഇറക്കിയിട്ടില്ല. ഒരു ബാലസംഘത്തിന്റെയും ഭാരവാഹിയാക്കിയിട്ടില്ല. പിണറായി വിജയനാണ് ഈ കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇടപെടൽ നടത്തിയത്. എന്തായാലും പിണറായി വിജയന്റെ മക്കളാരും രാഷ്ട്രീയ പ്രവർത്തകരല്ല. അതുപോലെ തന്നെ എം വി ഗോവിന്ദന്റെ മക്കളാരും രാഷ്ട്രീയ പ്രവർത്തകരല്ല. എം വി ഗോവിന്ദന്റെ ഭാര്യ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകയായി രംഗത്തെത്തിയത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. അത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവരുടെയൊക്കെ ബന്ധുക്കളെ പാർട്ടിക്കാരെന്ന രീതിയിൽ നമുക്കൊക്കെ കാണാൻ കഴിയൂ. അല്ലെങ്കിൽ തന്നെ വഹാബ് സക്കാഫിക്കും മക്കളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇവിടെ ഈ കുട്ടിയുടെ ഇടപെടൽ, ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾക്കെതിരെയൊക്കെ രംഗത്തെത്തുന്നുണ്ട്. സ്വന്തം സംവിധാനത്തിന്റെ, പ്രസ്ഥാനത്തിന്റെ മുഖപത്രത്തിനെതിരെ പോലും അദ്ദേഹം രംഗത്തെത്തുന്നുണ്ട്. എന്തായാലും വഹാബ് സക്കാഫിയുടെ മക്കളെ ഇത്തരത്തിലുള്ള പരിപാടികളിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തായാലും ഒരു രാഷ്ട്രീയ നേതാവിന്റെയും മക്കളെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന ആളുകളുടെ മക്കളെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതായത് സ്വന്തം കാര്യം വരുമ്പോൾ അവരുടെ നിലപാട് മറ്റൊന്നാണ്. ഇത്തരത്തിൽ രണ്ട് നിലപാടുകൾ സ്വീകരിച്ച് പറയുന്നത് ഒന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്ന രീതിയിൽ പോകുന്ന ആളുകളെ കുറിച്ച് ഇസ്ലാമിൽ എന്താണ് അവരെ കുറിച്ച് പറയാൻ കഴിയുക എന്നതിനെ കുറിച്ചുകൂടെ ഇവിടെ അറിവുള്ള ആളുകൾ പറയാൻ തയ്യാറാകണം. ഞാൻ എന്തായാലും കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് കാന്തപുരം AP ഉസ്താദുമായി ബന്ധപ്പെട്ട് സംഘടനാ നേതൃത്വം ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടണം. കളപറിക്കേണ്ട സമയത്ത് കളപറിക്കണം. അത് മുളയിലെ നുള്ളണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.